പ്രിയമുള്ളവരെ നമസ്കാരം. കൽക്കി 2898 AD നാഗശ്വിൻ സംവിധാനം ചെയ്ത ഈ മൾട്ടിസ്റ്റാർ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വൈജയന്തി മൂവീസിന് കീഴിൽ സി അശ്വിനി ദത്താണ്. ഇന്ത്യൻ ഇതിഹാസ സയൻസ് ഫിക്ഷൻ ഡിസ്റ്റോപ്പിയൻ ചിത്രമാണ്. ഈ ചലച്ചിത്രം ഹൈന്ദവ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. AD 2898 നടന്നൊരു കഥയുമാണ്. സിനിമ തുടങ്ങുന്നത് തന്നെ മഹാഭാരത യുദ്ധം പോലുള്ളൊരു യുദ്ധത്തിലാണ്. പ്രഭാസിനെ കൂടാതെ കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, ദീപിക പദുകോൺ, ശോഭന, അന്നാബെൻ തുടങ്ങിയ ഒത്തിരി ലെജൻഡുകൾ അണിനിരന്നിട്ടുള്ള ഈ സിനിമ 600 കോടിയിൽ പരം രൂപ ചെലവിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിഥി വേഷത്തിലെത്തുന്ന ദുൽഖർ സൽമാൻ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഉള്ള സംഭവം മൂപ്പര് കിടുക്കിയിട്ടുണ്ട്. ചിത്രത്തിലെ നായകനായ പ്രഭാസിനൊപ്പം തന്നെ അമിതാഭ് ബച്ചനും കമലഹാസനും അതേ പ്രാധാന്യമുണ്ട്. ശരിക്കും ഈ സിനിമയുടെ വിജയം നല്ലൊരു കഥയും തിരക്കഥയും തന്നെയാണ്. കൂടാതെ നല്ല സ്കോറിങ്ങും. പ്രഭാസിൻ്റെ ആദ്യ പുരുഷൻ്റെ ക്ഷീണം ഈ സിനിമ കൊണ്ട് മാറും. പ്രഭാസിൻ്റെ ഒരു കിടിലൻ തിരിച്ചുവരവാണ് ഈ സിനിമ. എന്തായാലും ഇംഗ്ലീഷ് സിനിമകളോട് കിടപിടിക്കുന്ന ഈ സിനിമയ്ക്ക് 600 കോടി രൂപയിൽ കൂടുതൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാകണം. ശരിക്കും ഒരു വേൾഡ് ക്ലാസ് തന്നെയാണ് കൽക്കി. ഈ സിനിമയിൽ പ്രഭാസിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമിതാഭ് ബച്ചനെയും ദീപിക പദുകോണിയുമാണ്. ആദ്യ പകുതിയേക്കാൾ മികച്ചത് രണ്ടാം പകുതിയാണ്. സിനിമയുടെ ഭംഗിയെ മോശമാക്കുന്നത് ആവശ്യമില്ലാത്ത ചില വളിപ്പ് കോമഡികൾ ഒഴിച്ചു നിർത്തിയാൽ സിനിമ അടിപൊളിയാണ്. വല്ലാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. വല്ലാത്തൊരു തിയേറ്റർ അത്ഭുതമാണ്. കഴിയാവുന്നതും എല്ലാവരും ഈ സിനിമ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയി കാണണം. ചുരുക്കി പറഞ്ഞാൽ കൽക്കി കലക്കി തിമിർത്തു. ചെറിയ കുട്ടികൾ ഈ സിനിമ കണ്ടാൽ ചിലപ്പോൾ പറയും ഇത് ഒരു ഗെയിമാണെന്ന്. അജ്ജാതി ഗ്രാഫിക്സും VFXുമാണ് സിനിമയിൽ യൂസ് ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് എഴുതിയിടുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.